ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगुणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिवशाखान्वितंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोऽस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी शबानुसुदे देवे प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। वैराग्य विद्या निज भक्ति योगा शिक्षार्थमेक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपां पुदर्यस्तमहं प्रपद्ये। पंचतत्वात्मकं कृष्णं भक्तरूपा स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम्। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंदा। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंदा। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंदा। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. സോ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും പുതിയ പുതുവത്സര ആശംസകൾ. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. നമ്മളിന്ന് ചൈതന്യ ചരിതാമൃത ഈ കൊല്ലത്തെ ആദ്യത്തെ ക്ലാസ് ആണ്. ആദിലീല ആദ്യത്തെ അധ്യായം 101 ശ്ലോകം മുതൽക്കാണ് വായിക്കുന്നത്. एक अद्भुत समकाले दोन्हार प्रकाश हर अद्भुत चिता गुहार तम करे नाश। एक अद्भुत समकाले दोन्हार प्रकाश हर अद्भुत चिता गुहार तम करे नाश. हरे कृष्णा. हरे कृष्णा. हरे कृष्ण. एक अद्भुत समकाले दोन्हर प्रकाश हर अद्भुत चित्त गुहर तम करे नाश. हरे कृष्ण. हरे कृष्णा. ഒരാളും കൂടി. हरे कृष्णा. हरे कृष्ण. एक अद्भुत समकाले दोहर प्रकाश हर अद्भुत चित्ता गुहर तम करे नाश. हरे कृष्णा. വെരി ഗുഡ്. എന്റെ ട്രാൻസ്ലേഷൻ കൂടി വായിക്കാം മാതാജി. हरे कृष्णा. വിവർത്തനം ദിവ്യപൂജ്യ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി ശില പ്രഭാത് കി ജയ ജയ ശില പ്രഭാത്. ആദ്യത്തെ അത്ഭുതം രണ്ട് സഹോദരന്മാരും ഒരേ സമയം പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. അവർ ഹൃദയത്തിന്റെ അഗാധതകൾ പ്രകാശനമാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു അത്ഭുതം. ഹരേ കൃഷ്ണ. Hare Krishna. Hari Bol. The first wonder is that both brothers appear simultaneously, and the other is that they illuminate the innermost depths of the heart. So, രണ്ട് അത്ഭുതങ്ങളാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ അത്ഭുതം എന്താണ്? രണ്ട് സഹോദരന്മാരും ഒരേ സമയത്ത് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്? ആരെ പറ്റിയാണ് പറയുന്നത്? ആരാണ് രണ്ട് ബ്രദേഴ്സ്?
ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു. യെസ്, ഹരിബോൾ. ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു രണ്ടുപേരും ഒരേ സമയത്ത്, സൂര്യനും ചന്ദ്രനും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് കാണില്ല ആക്ച്വലി. പക്ഷെ ഇവരെ എന്താണ് രണ്ടുപേരും ഒരേ സമയത്ത് ഉദിച്ചിരിക്കുന്നു. ആൻഡ് അത് ആദ്യത്തെ അത്ഭുതം. ആൻഡ് ദ അതർ ഈസ് ദാറ്റ് ദേ ഇലുമിനേറ്റ് ദ ഇന്നർമോസ്റ്റ് ഡെപ്സ് ഓഫ് ദ ഹാർട്ട്. നമ്മളുടെ അവരുടെ ഉദയം കാരണം നമ്മളുടെ കോർ ഓഫ് ദ ഹാർട്ട്, ഇന്നർമോസ്റ്റ് ഡെപ്സ് ഓഫ് ദ ഹാർട്ട് എന്താണ് ഇലുമിനേറ്റ് ചെയ്യുന്നു. അതിനെ ദീപം കൊണ്ട്, അവരുടെ വെളിച്ചം കൊണ്ട്, അവരുടെ പ്രകാശം, ശോഭ കൊണ്ട് അതിനെ തെളിയിച്ചിരിക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റും. അന്ധകാരത്തിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല അല്ലേ? ലൈറ്റ് ഉള്ളപ്പോഴേ കാണാൻ പറ്റൂ. സൂര്യഭഗവാൻ ഇല്ലെങ്കിൽ, ചന്ദ്രൻ ഇല്ലെങ്കിൽ, നക്ഷത്രം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അതിനെയാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്, ഈ ലോകത്തിന് കണ്ണുണ്ടെങ്കിൽ മാത്രം നമുക്ക് കാണാൻ പറ്റില്ല. അതിന് ഒരു മീഡിയം വേണം. എന്താണ് മീഡിയം? സൺ അല്ലെങ്കിൽ മൂൺ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി. ഇതുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. കണ്ണുണ്ടായാൽ മാത്രം പോരാ. പക്ഷെ ഭഗവത് ധാം, ഭഗവാന്റെ ധാം, അവിടെ ഇലുമിനേഷന്റെ ആവശ്യമില്ല. സൂര്യനോ ചന്ദ്രനോ അല്ലെങ്കിൽ പാവക, അതായത് ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമില്ല. ഇന്നത്തെ ഭാഷയതേ സൂര്യോ ഇന്ന ശാശാങ്കോന പാവക എന്നാണ് പറയുന്നത്. സോ ഇവർ രണ്ടുപേരും നമ്മുടെ ഹൃദയത്തിൽ അവതരിച്ചിട്ടുണ്ട്. നമ്മളുടെ കൽമശങ്ങളെ നഷ്ടപ്പെടുത്താൻ വേണ്ടി, നമ്മളുടെ ഇഗ്നോറൻസിനെ, നമ്മളുടെ അവിദ്യയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഈവൻ ഗുരു അതല്ലേ ചെയ്യുന്നത്. ഗുരു എന്താണ് ചെയ്യുന്നത്? നമ്മളുടെ അവിദ്യയെ നശിപ്പിക്കുന്നു വിത്ത് ദ ലൈറ്റ് ഓഫ് നോളേജ്. അതാണ് ഇവിടെ പറയുന്നത്. ടെക്സ്റ്റ് 102. ये चंद्र सूर्य दुई परम सदाय, जग तेरे भाग्य गौड़े करीला उदया. ये चंद्र सूर्य दुई परम सदाय, जग तेरे भाग्य गौड़े करीला उदया. ഹരേ കൃഷ്ണ. യഹി ചന്ദ്ര സൂര്യ ദുയി പരമ സദായ, ജഗ തേരെ ഭാഗ്യ ഗൗഡേ കരില ഉദായ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 102. ഏയ് ചന്ദ്ര സൂര്യ ദുയി പരമ സദയ, ജഗതേര ഭാഗ്യ ഗൗഡേ കരില ഉദായ. വിവർത്തനം. എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഈ സൂര്യചന്ദ്രന്മാർ ലോകത്തിലെ ജനങ്ങളോട് പരമദയാലുക്കളാണ്. അതിനാൽ എല്ലാവരുടെയും സൗഭാഗ്യത്തിനായി അവർ ഗൗഡചക്രവാളത്തിൽ ഉദയമായിരിക്കുന്നു. ഹരേ കൃഷ്ണ. Hare Krishna. These two, the sun and moon, are very kind to the people of the world. Thus, for the good fortune of all, they have appeared on the horizon of Bengal. അപ്പോൾ ഈ രണ്ട് സഹോദരന്മാരും എവിടെയാണ് ജനിച്ചിരിക്കുന്നത്? പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ബംഗാളില്. അവരും, അതായത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട്, എല്ലാവരുടെയും ഭാഗ്യമാണ് അവര് ഈ ഭാരതഭൂമിയില് ഗൗഡദേശത്തില് പ്രത്യക്ഷപ്പെട്ടത്. കാരണം അവരുടെ ഔദാര്യം കൊണ്ടാണ്. അത്രയും ഔദാര്യമാണ്. നമ്മളെ എങ്ങനെയെങ്കിലും ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരേ ഒരു ഉദ്ദേശം മാത്രമേ അവർക്കുള്ളൂ. എല്ലാ പോരായ്മകളും അവര് സഹിച്ച്, നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ അനർത്ഥങ്ങളെയും നശിപ്പിച്ച്, നമ്മളൊരു നല്ല ശുദ്ധ ഭക്തന്മാരാക്കിയിട്ട് തിരിച്ച് ഭഗവദ്ധാമിലേക്ക് കൊണ്ടുപോകാനുള്ള ആ ഒരു ദൗത്യമാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്, ഈ രണ്ട് സഹോദരന്മാർ. So the celebrated ancient capital of the Sena dynasty, which was known as Gaudadesha or Gauda, was situated in what is now the modern district of Malda. Later, this capital was transferred to the 9th of Central Island on the western side of Ganges at Navadvipa, which is now known as Mayapur. ഇപ്പോൾ എവിടെയാണത്? ഇപ്പോഴത്തെ സ്ഥലം ഇപ്പോഴത്തെ പേരിൽ മായാപൂർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. And was then called Gaudapura. Lord Chaitanya appeared there and Lord Nityananda came there and joined him from the district of Birbhum. അപ്പോൾ ബിർഭും ഡിസ്ട്രിക്റ്റിലെ ഏകചക്ര എന്ന സ്ഥലത്താണ് നിത്യാനന്ദ പ്രഭു പ്രത്യക്ഷപ്പെട്ടത്. ചൈതന്യ മഹാപ്രഭു മായാപൂർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ മായാപൂരിൽ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഇവിടെ യോഗപീഠ് അല്ലേ? മായാപൂരിലെ യോഗപീഠിലാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ജനനം. ആൻഡ് നിത്യാനന്ദ പ്രഭു ഏകചക്ര, അത് ബിർഭും ഡിസ്ട്രിക്റ്റില്. They appeared on the horizon of Gaudadesha to spread the signs of Krishna consciousness. And it is predicted
that as the sun and moon gradually move west, the moment they began 500 years ago will come to the Western civilization by their mercy. പ്രഭുപാദ അത് പറയാണ്. അതായത് അന്ന് ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദവും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെ സൺ അത് മൂവ്മെന്റ് വെസ്റ്റിലേക്ക് വരുന്നു, പതുക്കെ പതുക്കെ ഈസ്റ്റിൽ ഉദിച്ചിട്ട് കിഴക്ക് ഉദിച്ചിട്ട് പതുക്കെ പതുക്കെ വൈകുന്നേരം ആകുമ്പോഴേക്ക് എവിടേക്ക് പോകും, പടിഞ്ഞാറോട്ട് പോകും. അതേപോലെ ഇവർ രണ്ടുപേരുടെയും ഇവിടെ ഇന്ത്യയിൽ എന്നിട്ട് വെസ്റ്റിലേക്ക് പോവാണ്. അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ സന്ദേശം, ഈ നാമസങ്കീർത്തന യജ്ഞം ആരാണ് കൊണ്ടുവന്നത്? പാശ്ചാത്യ ദേശത്തിലേക്ക് ശ്രീല പ്രഭുപാദ്. വെസ്റ്റേൺ സിവിലൈസേഷൻ ബൈ ദർ മെഴ്സി. അത് അവരുടെ അനുകമ്പ, അവരുടെ കൃപാകടാക്ഷം കൊണ്ട് മാത്രമാണ് പറ്റുന്നത്. Chaitanya Mahaprabhu and Nityananda Prabhu drive away the 5 kinds of ignorance of the conditioned souls. In the Mahabharata, Udyoga Parva, 43rd chapter, these 5 kinds of ignorance are described. Chaitanya Mahaprabhu, Nityananda Prabhu നമ്മുടെ 5 തരത്തിലുള്ള അവിദ്യയെ നശിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. നമ്മളെല്ലാം ബദ്ധാത്മാക്കളാണ്. അപ്പൊ നമുക്ക് പൊതുവെ സാധാരണ നമുക്ക് 5 തരത്തിലുള്ള അവിദ്യയാണ് ഉള്ളത്, ഇഗ്നോറൻസ് ആണ്. അത് എന്താണ്? അത് മഹാഭാരതത്തിൽ ഉദ്യോഗ പർവ്വതത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്? അക്സെപ്റ്റിംഗ് ദ ബോഡി ടു ബി ദ സെൽഫ്. നമ്മൾ ശാരീരിക അവബോധം, ഞാൻ ഈ ശരീരമാകുന്നു എന്നുള്ള ഒരു അവബോധം, അതാണ് ഒരു അവിദ്യ. മേക്കിംഗ് മെറ്റീരിയൽ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ വൺ സ്റ്റാൻഡേർഡ് ഓഫ് എൻജോയ്മെന്റ്. അതായത് ഇന്ദ്രിയ ഭോഗത്തിൽ ഏർപ്പെടുന്നതാണ് നമ്മളുടെ ഒരു എൻജോയ്മെന്റ്, നമ്മുടെ സന്തോഷം. അത് ഒരു തെറ്റിദ്ധാരണ, അതൊരു അവിദ്യ, രണ്ടാമത്തെ. മൂന്നാമത്തേത് ബീങ് ആങ്ഷ്യസ് ഡ്യൂ ടു മെറ്റീരിയൽ ഐഡന്റിഫിക്കേഷൻ. ഞാനൊരു ഡോക്ടറാണ്, ഒരു എഞ്ചിനീയർ ആണ്, ഞാനൊരു CEO ആണ്, CFO ആണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, പൈലറ്റ് ആണ്. ഇതെല്ലാം എന്താണ്? നമ്മളുടെ ശരീരത്തിലുള്ള ഉപാധികളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നു. എൻ്റെ പദവി അല്ലേ, ജനറൽ മാനേജറാണ്, മാനേജിങ് ഡയറക്ടറാണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഇതെല്ലാം നമ്മുടെ എന്താണ്? ശരീരത്തിലുള്ള ഒരു പ്രൊഫഷണൽ ഒക്യുപ്പേഷനുള്ള ചില പദവികളായിരിക്കാം. അപ്പോൾ അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നു, ബോഡ്ലി ഐഡന്റിഫിക്കേഷൻ. പിന്നെ നാലാമത് ലാമെന്റിങ്. നമ്മൾ എപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു എന്തിനെ പറ്റിയിട്ട്? കഴിഞ്ഞ കാലത്തിനെ പറ്റിയിട്ട്. നമ്മളെപ്പോഴും അയവർക്കാണ്. കഴിഞ്ഞത് മറക്കണം, നല്ലത് എന്തെങ്കിലും ഉണ്ട് ഓർക്കണം. അതാണ് പറയുന്നത്. എന്തെങ്കിലും അശുഭമായിട്ടുള്ള പല കാര്യങ്ങളുണ്ടെങ്കിലും, എന്തെങ്കിലും ചീത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ മറക്കന്നെ വേണം. നല്ലത് എപ്പോഴും ഓർക്കണം. വല്ലവരും നമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെപ്പോഴും ഓർക്കണം. നമ്മളോട് പലരും തെറ്റായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് മറക്കണം. അതാണ് ശരിക്കും വേണ്ടത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? നല്ലത് ഓർക്കില്ല, ചീത്ത മുഴുവൻ ഓർക്കുകയും ചെയ്യും. അതാണ് നമ്മളുടെ ഒരു സ്വഭാവം. അതിനെ ഓർത്തിട്ട് എനിക്ക് അങ്ങനെ സംഭവിച്ചില്ലേ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ ചതിച്ചില്ലേ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്തില്ലേ, ഇതന്നെ അയോർത്തിരിക്കും. സാധാരണ നമ്മളുടെ എല്ലാവരുടെയും ഒരു കുഴപ്പം അതാണ്, ലാമെന്റിങ്. ആൻഡ് അഞ്ചാമത്തത് തിങ്കിങ് ദാറ്റ് ദർ ഈസ് എനിത്തിങ് ബിയോണ്ട് ദ അബ്സല്യൂട്ട് ട്രൂത്ത്. തിങ്കിങ് ദാറ്റ് ദർ ഈസ് എനിത്തിങ് ബിയോണ്ട് ദ അബ്സല്യൂട്ട്, അതായത് പരമസത്യത്തിൻ്റെ മീതെ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത് ആലോചിക്കുന്നത്. സോ ദ ടീച്ചിങ്സ് ഓഫ് ലോർഡ് ചൈതന്യ എറാഡിക്കേറ്റ് ദിസ് 5 kinds of ignorance. ചൈതന്യ മഹാപ്രഭുവിന്റെ എസ്പെഷ്യലി ചൈതന്യ ചരിതാമൃത വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ 5 അവിദ്യകളും നമുക്ക് നശിപ്പിക്കാൻ പറ്റും. ഇതാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് തന്നിരിക്കുന്നത്. ചൈതന്യ മഹാപ്രഭു അതേപോലെ നിത്യാനന്ദ പ്രഭു. സോ ദ ടീച്ചിങ്സ് ഓഫ് ലോർഡ് ചൈതന്യ എറാഡിക്കേറ്റ് ദിസ് 5 kinds of ignorance. ടീച്ചിങ്സ് ഓഫ് ലോർഡ് ചൈതന്യ എന്നുള്ള ബുക്ക് 1896 ഭക്തി വിനോദ് ഠാക്കൂർ ആദ്യത്തെ കോപ്പി കനഡിയൻ യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കുകയുണ്ടായി. ആ 1896 ശ്രീല പ്രഭുപാദരുടെ ആവിർഭാവം. അപ്പോൾ അതേ വർഷത്തിൽ ശ്രീല പ്രഭുപാദ ഇവിടെ അവതരിച്ചു. അതേ വർഷത്തിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ഫസ്റ്റ് ടീച്ചിങ്സ് ഓഫ് ലോർഡ് ചൈതന്യയുടെ കോപ്പി പാശ്ചാത്യ ദേശത്തിലേക്ക് പോയി. അതിനർത്ഥം ശ്രീല പ്രഭുപാദനാണ് ഇത് വേൾഡ് വൈഡ് മൂവ്മെന്റ് ആയിട്ട് ഈ ശിക്ഷ കംപ്ലീറ്റ് എല്ലാവർക്കും, പാശ്ചാത്യ ദേശത്തിലും എല്ലാവർക്കും പകർന്നു കൊടുക്കാനുള്ള ആ ഒരു സേനാപതി എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ വാട്ട് എവർ വൺ സീസ് ഓർ അതർവൈസ് എക്സ്പീരിയൻസസ് വൺ ഷുഡ് നോട്ട് ടു ബി സിംപ്ലി എൻ എക്സിബിഷൻ ഓഫ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് എനർജി. എവറിത്തിങ് ഈസ് മാനിഫെസ്റ്റേഷൻ ഓഫ് കൃഷ്ണ. അപ്പോൾ നമ്മൾ കാണുന്നതും നമ്മൾ അനുഭവിക്കുന്നതും ഇതെല്ലാം ഭഗവാന്റെ ആ ഒരു ശക്തിയുടെ ചെറിയൊരു അംശം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഭഗവാന്റെ എനർജിയാണ്. നമ്മളെല്ലാം ഭഗവാന്റെ സെപ്പറേറ്റഡ് അല്ലേ എനർജിയാണ്. സ്വാംശമല്ല, വിഭിന്ന അംശമാണ്. എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ
വിഭിന്ന അംശമാണ്. അപ്പോൾ ഭഗവാന്റെ ശക്തിയാണ്. നമ്മളെല്ലാം പ്രകൃതിയാണ്. ഭഗവാൻ മാത്രമേ പുരുഷനായിട്ടുള്ളൂ. എവറിങ് ഈസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് കൃഷ്ണ. എല്ലാം ഭഗവാന്റെ ഭഗവാനിൽ നിന്നാണ് ഇതെല്ലാം ഉത്ഭവിക്കുന്നതെന്ന് മനസ്സിലാവും. മത്തഹ പരതരം നാന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ മയി സർവം ഇതം പ്രോതം സൂത്രേ മണി ഗണായവ. എല്ലാം എന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അല്ലാതെ എന്നിലും മീതെ യാതൊരു സത്യവും ഇല്ല, ഞാനാണ് പരമസത്യം എന്ന് ഭഗവാൻ പറയുന്നു. അതുകൊണ്ടാണ് എവറിങ് ഈസ് എ മാനിഫെസ്റ്റേഷൻ കൃഷ്ണ. സർവം കൽവിതം ബ്രഹ്മൻ. ഒരു ഡയറക്ട്ലി ഒരു ഇൻഡയറക്ട്ലി എല്ലാം ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. കാരണം ഭഗവാൻ കൃഷ്ണൻ ഡയറക്ട്ലി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശക്തിയായിട്ട് ഇവിടെ എല്ലാം ഇത് പ്രത്യക്ഷപ്പെടുന്നു. ടെക്സ്റ്റ് 103. സേതുയി പ്രഭുര കരിചരണ വന്ദന യൻഹായിത്തെ വിഘ്ന നാശാഭിഷ്ട പുരാണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്ലോകം 103. സെയ്തുയി പ്രഭുര കരിചരണ വന്ദന യൻഹൈദേ വിഘ്നനാശ അഭിഷ്ട പുരാണ. ഒരാൾ കൂടി. ഹരേ കൃഷ്ണ. സെയ്തുയി പ്രഭുര കരിചരണ വന്ദന യാൻഹൈതേ വിഘ്നനാശ അഭിഷ്ട പുരാണ. വിവർത്തനമായി ഹരേ കൃഷ്ണ. അതിനാൽ ഈ രണ്ട് പ്രഭുക്കളുടെയും തൃപ്പാദങ്ങളെ നമുക്ക് വന്ദിക്കാം. അപ്രകാരം ഒരുവന് ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലെ പ്രതിബന്ധങ്ങളാകുന്ന അഭിഷ്ട സിദ്ധി നേടാനാണ്. ഹരേ കൃഷ്ണ. Let us therefore worship the holy feet of these two lords. Thus one can be rid of all difficulties on the path of self-realization. അപ്പോൾ അവരുടെ പാതാരവിന്ദത്തിൽ നമ്മൾ ആശ്രയം തേടിയാൽ നമ്മളുടെ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ആ പാതയിലത്തെ എല്ലാ ബുദ്ധിമുട്ടുകളും ഒഴിവാക്കി കിട്ടും. ഗെറ്റ് റിഡ് ഓഫ് ഓൾ ഡിഫിക്കൽട്ടീസ്. അതിൽ ഒരു വിഘ്നങ്ങളും ഉണ്ടായിരിക്കില്ല. അപ്പൊ എന്താണ് നമ്മൾ ഒരാളുടെ പാദത്തിൽ വീഴാൻ നമ്മൾ പ്രണാമം ചെയ്യണം, ടോട്ടൽ സറണ്ടർ എടുക്കണമെങ്കിൽ പിന്നെ അവർ ഏറ്റെടുത്തും കാര്യങ്ങൾ. വി ആർ അണ്ടർ ദ ഷെൽട്ടർ അല്ലെ. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷന്തി തേ ജ്ഞാനം ജ്ഞാനേന തത്വദർശന. അപ്പൊ നമ്മുടെ ഒരു ഗുരുവിനെ ആശ്രയിക്കുകയാണെങ്കിൽ, ഗുരുവിനെ സേവ ചെയ്യുകയാണെങ്കിൽ, ഗുരുവിനോട് നമ്മളുടെ സംശയങ്ങളെല്ലാം ആരായുകയാണെങ്കിൽ എന്താണ്, പിന്നെ ഗുരുവിന്റെ കൃപാകടാക്ഷത്താൽ നമുക്ക് വേണ്ടുന്ന എല്ലാ അറിവും കിട്ടും. നമ്മൾ ടോട്ടലി സമർപ്പണ മനോഭാവത്തോടെ ആ ഗുരുവിനെ സേവിക്കുകയാണെങ്കിൽ പിന്നെ ഗുരുവിന്റെ കൃപയാണ് നമുക്ക്. ഗുരു നമ്മളെ എംപവർ ചെയ്യും. അതുകൊണ്ടാണ് ഓരോരുത്തരും നമ്മുടെ പരമ്പരയിൽ ആരെടുത്താലും ശരി, പ്രഭുപാദർ എടുത്തോളൂ, അദ്ദേഹത്തിന്റെ ഗുരു സിദ്ധാന്ത സരസ്വതി ഗോസ്വാമിയുടെ എടുത്തോളൂ, ആരെടുത്താലും എല്ലാവരും അവരുടെ ഗുരുനാഥനാണ് അതിന്റെ കേട്ട് കൊടുക്കുന്നത്. അവരുടെ മേഴ്സി ഇല്ലാണ്ട്, അവരുടെ കൃപാകടാക്ഷം ഇല്ലാണ്ട് ഇതൊന്നും സാധിക്കില്ല. ടൈം ആൻഡ് അഗെയിൻ പ്രഭുപാദ പറയാറുണ്ട് പിന്നെ പർപ്പോട്ടില്. ചില സമയത്ത് ഡിസൈപ്പിൾസ് തന്റെ ശിഷ്യന്മാരെ പ്രഭുപാദയെ ട്രേസ് ചെയ്യും. ബട്ട് ഫോർ പ്രഭുപാദ വി വുഡ് നോട്ട് ബി എനിവെയർ. പ്രഭുപാദ അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എവിടെ എത്തുമായിരുന്നില്ല. അപ്പൊ അങ്ങയുടെ കൃപാകടാക്ഷമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കണമെങ്കിൽ അത് അതിന്റെ ക്രെഡിറ്റ് എൻ്റെ ഗുരുമഹാരാജനെ പോകുന്നത്. ആ ഗുരുമഹാരാജന്റെ ആഗ്രഹപ്രകാരമോ നിർദ്ദേശപ്രകാരമാണ് ഞാൻ പാശ്ചാത്യ ദേശത്തിലേക്ക് വന്നത്. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് എനിക്കല്ല, അതെല്ലാം എൻ്റെ ഗുരുമഹാരാജാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ പാശ്ചാത്യ ദേശത്തിലെ ചൈതന്യ മഹാപ്രഭുവിന്റെ നാമസങ്കീർത്തനം പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നു. അദ്ദേഹം ആഗ്രഹിച്ചാണ്, ഞാൻ അത് വാക്കുകൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ എനിക്കുള്ള ക്രെഡിറ്റ് അല്ല, എല്ലാം എൻ്റെ ഗുരുമാണ്. എല്ലാവരും തൻ്റെ ഗുരുവിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഗുരുവിനെ നമ്മൾ പൂർണ്ണമായിട്ട് സമർപ്പണം ചെയ്യുകയാണെങ്കിൽ പിന്നെ അദ്ദേഹം നമ്മളെ എംപവർ ചെയ്യും. അപ്പൊ നമ്മളുടെ ആധ്യാത്മിക പാതയിലുള്ള എല്ലാ വിഘ്നങ്ങളും ഗുരു മാറ്റിത്തരും എന്നാണ് പറയുന്നത്. ടെക്സ്റ്റ് 104. ए दुई श्लोक कैला मंगल वंदना तृतीय श्लोकेर अर्थ सुना सर्वजना. ए दुई श्लोके कैला मंगल वंदना तृतीय श्लोकेर अर्थ सुना सर्वजना. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ വായിച്ചോളൂ മാതാജി. എത്ര കഴിഞ്ഞിട്ട് വിളിക്കാട്ടോ.
കൈല മംഗളവന്ദന തൃതീയ ശ്ലോകേന അർത്ഥശുന സർവജന. ഒരാൾ കൂടി. ഹരേ കൃഷ്ണ. യൈ ശ്ലോകേ കൈല മംഗളവന്ദന തൃതീയ ശ്ലോകേര അർത്ഥാശുന സർവജന. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ. വായിച്ചോട്ടെ പ്രഭു, എൻ്റെ ഇംഗ്ലീഷില. ഓക്കെ, കവിരൂപ മാതാജി. ഹരേ കൃഷ്ണ. ഈ രണ്ട് ശ്ലോകങ്ങൾ കൊണ്ട് ഞാൻ അവരുടെ അനുഗ്രഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ അധ്യായത്തിലെ 1-2 ശ്ലോകങ്ങൾ. ഇനി 3-ാം ശ്ലോകത്തിന്റെ അർത്ഥം ശ്രവിച്ചാലും. ഹരേ കൃഷ്ണ. Very good. I have invoked the benediction of the Lords with these 2 verses, text 1 and 2 of this chapter. Now please hear attentively the purport of the 3rd verse. അപ്പൊ ആദ്യത്തെയും രണ്ടാമത്തെയും ശ്ലോകങ്ങൾ, ഈ ചാപ്റ്ററിന്റെ ആദ്യത്തെയും രണ്ടാമത്തെ ശ്ലോകങ്ങള് എന്താണ്? ഇൻവോക്കേഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ട്? ബെനഡിക്ഷൻ, ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ട്, അല്ലേ? ഈ അപ്പൊ അതിന്റെ ഇതാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഇനി നൗ പ്ലീസ് ഹിയർ അറ്റൻറ്റീവ്ലി പർപ്പട്ട് ഓഫ് ദ തേർഡ്, 3-ാമത്തെ വേഴ്സിന്റെ ഭാവാർത്ഥം ഇനി കേൾക്കാൻ വേണ്ടി പറയാണ്. ടെക്സ്റ്റ് 105. വക്തവ്യ ബാഹുല്യ ഗ്രന്ഥ വിസ്താരേ ധാരേ വിസ്താരേന വർണ്ണി സാരാർത്ഥ കാഹി അല്പാക്ഷരേ. വക്തവ്യ ബാഹുല്യ ഗ്രന്ഥ വിസ്താരേന ധാരേ വിസ്താരേന വർണ്ണി സാരാർത്ഥ കാഹി അല്പാക്ഷരേ. ഹരേ കൃഷ്ണ. വക്തവ്യ ബാഹുല്യ ഗ്രന്ഥ വിസ്താരേ ധാരേ വിസ്താരേന വർണ്ണി സാരാർത്ഥക കഹി അല്പാക്ഷരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ. ശ്ലോകം 105. വക്തവ്യ ബാഹുല്യ ഗ്രന്ഥ വിസ്താരേ രടരേ വിസ്താരേന വർണ്ണി സാരാർത്ഥ കാഹി അല്പാക്ഷരേ. വിവർത്തനം എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഈ ഗ്രന്ഥം വളരെ വിസ്തരിച്ചു പോകുമെന്ന ഭയം മൂലം ഞാൻ വിപുലമായ വിവരണം ഒഴിവാക്കുകയാണ്. സാരാർത്ഥം കഴിയുന്നത്ര സംക്ഷിപ്തമായി ഞാൻ വിവരിക്കാം. ഹരേ കൃഷ്ണ. I purposely avoid extensive description for fear of increase in the bulk of this book. I shall describe the essence as concisely as possible. അപ്പോൾ ഈ ഗ്രന്ഥം വളരെ എലോബറേറ്റ് ആയിട്ട് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ വോള്യം കൂടിപ്പോവും. അപ്പൊ അത് പേടിച്ചിട്ട് എല്ലാ കാര്യങ്ങളും വളരെ സംക്ഷിപ്തമായിട്ട് ഞാൻ ഈ പുസ്തകത്തിൽ എഴുതുന്നുള്ളൂ എന്ന് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇവിടെ പറയാണ്. ഇവിടെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ 24 വർഷം ചൈതന്യ മഹാപ്രഭു നവദ്വീപിലായിരുന്നു. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആര് കൊടുത്തിട്ടുണ്ട്? ആരാണ്? ചൈതന്യ ഭാഗവതം, വൃന്ദാവൻ ദാസ് ഠാക്കൂർ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ വളരെ സംക്ഷിപ്തമായിട്ട് കൊടുത്തിട്ടുള്ളൂ. ആൾറെഡി വൃന്ദാവൻ ദാസ് ഠാക്കൂർ വളരെ ക്ലിയർ ആയിട്ട് എലോബറേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നീടുള്ള 24 വർഷം, ജഗന്നാഥ് പുരിയിലും സൗത്ത് ഇന്ത്യൻ യാത്ര ഉള്ള 24 വർഷം, അത് എലോബറേറ്റ് കൂടുതൽ എന്താണോ വൃന്ദാവൻ ദാസ് ഠാക്കൂർ വളരെ വിശദമായിട്ട് പറഞ്ഞു എഴുതാത്തത്, അത് മാത്രമാണ് അദ്ദേഹം വിശദമായിട്ട് എഴുതുന്നത്. വൃന്ദാവൻ ദാസ് ഠാക്കൂർ എന്താണോ വളരെ സംക്ഷിപ്തമായി എഴുതി, അത് ഇദ്ദേഹം വളരെ എലോബറേറ്റ് എഴുതി. അദ്ദേഹം വിശദമായിട്ട് എഴുതി, ഇദ്ദേഹം സംക്ഷിപ്തമായി എഴുതി. അപ്പൊ ഒരു വോള്യൂം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ബുക്കിന്റെ വോള്യൂം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതാണ് പറയുന്നത്. ടെക്സ്റ്റ് 106. മിതം ച സാരം ച വാചോ ഹി വാഗ്മിതാ ഇതി. മിതം ച സാരം ച വാചോ ഹി വാഗ്മിതാ ഇതി. ഹരേ കൃഷ്ണ. ഇദം ച സാരം ച വചോ ഹി വാഗ്മിതാ ഇതി. ഹരേ കൃഷ്ണ. മിതം ച സാരം ച വാചോ ഹി വാഗ്മിതാ ഇതി. ട്രാൻസ്ലേഷൻ കൂടി വായിച്ചോളൂ മാതാജി, കൈരൂപ മാതാജി.
സത്യത്തിന്റെ സാരത്തെ സംക്ഷിപ്തമായി പറയുന്നതാണ് ശരിയായ വാക്കുലാസം. Essential truth spoken concisely is true eloquence. അപ്പോൾ അതിന്റെ സത്യം സാരം അത് വളരെ പ്രിസൈസ് ആയിട്ട് കൺസൈസ് ആയിട്ട് പറയുന്നതാണ് ആ എഴുത്തിന്റെ ഒരു ചാതുര്യം എന്നാണ് പറയുന്നത് ഇവിടെ. ട്രൂ എലോക്വൻസ്. ടെക്സ്റ്റ് 107. സുനിലെ ഖണ്ഡിബേ ചിത്തേര അജ്ഞാനാദി ദോഷ കൃഷ്ണേ ഗാഢ പ്രേമ ഹബേ പൈബേ സന്തോഷ. സുനിലെ ഖണ്ഡിബേ ചിത്തര അജ്ഞാനാദി ദോഷ കൃഷ്ണേ ഘട പ്രേമേ ഹബേ പൈബ സന്തോഷ. ഹരേ കൃഷ്ണ. ശൂന്യലെ ഗണ്ഡിബേ ചിത്തേര അജ്ഞാനാദി ദോഷ കൃഷ്ണേ ഗാഢ പ്രേമേ ഹബേ പായിബേ സന്തോഷ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശൂന്യലെ ഖണ്ഡിബേ ചിത്തേര അജ്ഞാനാദി ദോഷ കൃഷ്ണേ ഗാഢ പ്രേമ ഹബ്ബേ പായിബേ സന്തോഷ. വിവർത്തനം വൈ എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. വിധേയഭാവത്തോടെ ശ്രവിക്കുന്നതിലൂടെ മാത്രം ഹൃദയം അജ്ഞാനത്തിന്റെ എല്ലാ ദോഷങ്ങളിൽ നിന്നും മുക്തമാകുകയും അപ്രകാരം ഒരുവന് കൃഷ്ണനോട് ഗാഠപ്രേമം നേടാൻ കഴിയുകയും ചെയ്യും. ഇതാണ് ശാന്തിമാർഗം. ഹരേ കൃഷ്ണ. Very good. Simply hearing submissively will free one's heart from all the faults of ignorance, and thus one will achieve deep love for Krishna. This is the path of peace. Gada prema, intense love. അതായത് എങ്ങനെ സിംപ്ലി ഹിയറിംഗ് സബ്മിസീവ്ലി. അപ്പോൾ ഒരൊറ്റ ക്വാളിഫിക്കേഷൻ, ഓറൽ റിസെപ്ഷൻ വളരെ സിൻസിയർ ആയിട്ട് വിത്ത് സബ്മിഷൻ നമ്മൾ ഭഗവത് കഥകൾ കേൾക്കുകയാണെങ്കിൽ എന്താണ് നമ്മളുടെ ഹൃദയത്തിലുള്ള എല്ലാ കൽമശങ്ങളും നശിക്കും. അത് മാത്രമല്ല ഭഗവാനോടുള്ള ആ അചഞ്ചലമായിട്ടുള്ള ആ ഭക്തി, നല്ല ഫേം കൺവിക്ഷനും ആൻഡ് ഇന്റൻസ് ലവും നമുക്ക് കിട്ടും. ദിസ് ഈസ് ദ പാത്ത് ഓഫ് പീസ് എന്നാണ് പറയുന്നത്. ഓറൽ റിസെപ്ഷൻ അല്ലേ? ചൈതന്യ ചരിതാമൃതത്തിലുണ്ട് ശ്രൂയതാം ഞാൻ അത് ശ്ലോകം മറന്നു. അതായത് ശ്രൂയതാം നിത്യം ഗീയതാം മൂട. പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും മറന്നു എന്തായാലും. അതായത് എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം, എപ്പോഴും നമ്മൾ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ എന്താണ് നമ്മളുടെ ഹൃദയത്തിലുള്ള കൽമശങ്ങൾ? എന്തൊക്കെയാണ് കൽമശങ്ങൾ? കാമക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങൾ. ഭഗവാന്റെ കൃപ കൊണ്ട് ഇതെല്ലാം നശിക്കും. എന്നിട്ട് എന്ത് ഉദ്ഭവിക്കും? എന്താണ് ഉദ്ഭവിക്കുക നമ്മുടെ ഹൃദയത്തില്? കൃഷ്ണപ്രേമം, കൃഷ്ണഭക്തി അല്ലെ? കൃഷ്ണഭക്തി ഉദ്ഭവിക്കും. അതാണ് ഇവിടെ പറയുന്നത് ഗാഢപ്രേമം. That is a path of peace. 108 and 109. Shri Chaitanya Nityananda Advaita Mahatva Tantra Bhakta Bhakti Brahma Prema Rasa Tattva Bhinna Bhinna Likhiyachi Kariya Vichara Sunile Jani Besaba Vastu Tattva Sara. Shri Chaitanya Nityananda Advaita Mahatva Tantra Bhakta Bhakti Nama प्रेम रस तत्व भिन्न भिन्न लिख्याची करिये विचारा सुनीले जानी बेसभा वस्तु तत्व सारा. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ നിത്യാനന്ദ അദ്വൈത മഹത്വ താൻഡ്ര ഭക്ത ഭക്തി നാമ പ്രേമ രസ തത്വ ഭിന്ന ഭിന്ന ലിഖിയച്ചി കരിയ വിചാര ശൂന്യലെ ജാനി ബേസബ വസ്തു തത്വസാര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ നിത്യാനന്ദ അദ്വൈത മഹത്വ താൻഡ്ര ഭക്ത ഭക്തി നാമ പ്രേമ രസ തത്വ ഭിന്ന ഭിന്ന ലിഖിയച്ചി കരിയ വിചാര ശൂന്യലെ ജാനി ബേസബ വസ്തു തത്വസാര. വിവർത്തനം വായിച്ചോട്ടെ പ്രഭു? വിവർത്തനം. ശ്രീ എസി ഭക്തിവേദാന്ത സ്വാമി ശില പ്രഭുപാദ് കി ജയ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെയും ശ്രീ നിത്യാനന്ദ പ്രഭുവിന്റെയും ശ്രീ അദ്വൈത പ്രഭുവിന്റെയും അവരുടെ ഭക്തന്മാരുടെയും
ഭക്തിപരമായ പ്രവൃത്തികളും നാമങ്ങളും യശസ്സും അവരുടെ അതീന്ദ്രിയ പ്രേമ വിനിമയങ്ങളും ശ്രദ്ധാപൂർവം ശ്രവിക്കുന്ന പക്ഷം ഒരുവൻ പരമസത്യത്തിന്റെ സാരം പഠിക്കും. അതുകൊണ്ട് ഞാൻ അവയെ ചൈതന്യ ചരിതാമൃതത്തിൽ യുക്തിപൂർവവും കാര്യകാര്യ വിവേചനത്തോടെയും വിസ്തരിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ. ശില പ്രഭുപാദ് കി ജയ്. Haribol. If one patiently hears about the glories of Chaitanya Mahaprabhu, Sri Nityananda Prabhu, and Sri Advaita Prabhu, and their devotees, devotional activities, names, and fame, along with the mellows of their transcendent loving exchanges, one will learn the essence of the absolute truth. Therefore, I have described these in the Chaitanya Charitamrita with logic and discrimination. അപ്പോൾ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി നമ്മളുടെ വളരെ ഉറപ്പോടുകൂടി ഒരു പ്രോമിസ് ആണ്, എന്താണ്, ഒരു ഗ്യാരണ്ടിയോടുകൂടി പറയുന്നത്. ഈ വൺ പേഷ്യൻസ്ലി യെസ്, വളരെ ക്ഷമയോട് കൂടിയിട്ട്. നമുക്ക് ഇന്നത്തെ കാലത്ത് ക്ഷമയില്ല, എല്ലാം ക്വിക്ക് ഫിക്സ് ആണ്, പെട്ടെന്ന് വേണം, പെട്ടെന്ന് റിസൾട്ട് വേണം. റീസെന്റ് ഒരു ഭക്തൻ പറഞ്ഞു, നാമം ജപിച്ചിട്ടൊന്നും എനിക്ക് പെട്ടെന്ന് ശാന്തിയും സമാധാനവും കിട്ടുന്നില്ല, എനിക്ക് ധ്യാനിക്കണം, ധ്യാനിക്കുമ്പോൾ എനിക്ക് ശാന്തി സമാധാനം. അപ്പോൾ നമ്മൾ എന്താണ്, പെട്ടെന്ന് ഉടനെ തന്നെ നമുക്ക് എന്ത് വേണം, റിസൾട്ട് വേണം. ഓക്കെ, അത് പ്രഭുപാദ പറയുന്ന പോലെയാണ്. പ്രഭുപാദ പറയുന്നുണ്ട്, അതായത് സ്ത്രീ പുരുഷനും കല്യാണം കഴിച്ചു, എന്നിട്ട് സ്ത്രീ പറയാണ് എനിക്ക് നാളെ തന്നെ കുട്ടി വേണം എന്ന് പറഞ്ഞാൽ കുട്ടി കിട്ടും. എനിക്ക് നാളെ തന്നെ ഒരു കുട്ടി വേണം, അതിന് പേഷ്യൻസ് കൂടി 9 മാസം വെയിറ്റ് ചെയ്യണം, എന്നാൽ തന്നെ കിട്ടുള്ളൂ. അതേപോലെ നമുക്ക് ഇന്ന് തന്നെ അതിന്റെ ബെനിഫിറ്റ് കിട്ടണം. ഒരു വിത്ത് പാകിയാൽ ചിലപ്പോൾ അത് ഒരു ദിവസം കൊണ്ട് കിട്ടും, ചിലപ്പോൾ ഒരാഴ്ച, ഒരു മാസം, 10 മാസം, അല്ലെങ്കിൽ ഒരു കൊല്ലം, എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ജന്മങ്ങളായി കിട്ടും. അല്ലെങ്കിൽ കർമ്മത്തിന്റെ ആ ഒരു പ്രസക്തി ഇവിടെ ഇല്ലല്ലോ. ഓക്കെ, എല്ലാം നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടില്ല, ചിലത് കിട്ടും, ചിലത് കിട്ടില്ല. അപ്പോൾ വി ഹാവ് ടു ബി പേഷ്യൻറ്റ്. ക്ഷമ വേണം, പേഷ്യൻസ് വേണം. ആ പേഷ്യൻസ് ഇല്ലാണ്ട് പറ്റില്ല. അപ്പൊ നമുക്ക് വളരെ പേഷ്യൻസോടെ ഡയറക്ട്ലി നമ്മൾ 10ാമത്തെ സ്കന്ധത്തില് കൃഷ്ണന്റെ ലീലകളെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പാടില്ല. ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കാതെ, ഭഗവാന്റെ ഐശ്വര്യങ്ങൾ മനസ്സിലാക്കാതെ, ഭഗവാന്റെ ലീലകളിൽ നമ്മൾ മനസ്സിലാക്കാൻ പോയാൽ നമ്മൾ ഭഗവാനെ വളരെ ചീപ്പായിട്ട് കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ സ്ലോലി 1ാമത്തെ, 2ാമത്തെ, 3ാമത്തെ സ്കന്ധമൊക്കെ വായിച്ചിട്ട് 10ാമത്തെ സ്കന്ധത്തിൽ വായിക്കാൻ പാടുള്ളൂ. കാരണം വെച്ചാൽ അപ്പോഴേ നമുക്ക് ഭഗവാന്റെ ആ ഓപ്പുലൻസസും ഐശ്വര്യങ്ങളും അതിന്റെ മഹത്വം, ഭഗവാന്റെ ഭഗവത്വമൊക്കെ മനസ്സിലാക്കുള്ളൂ. അപ്പൊ നമ്മൾ ഭഗവാന്റെ ലീലകളെ ഒന്നും നമ്മൾ ചീപ്പായി എടുക്കില്ല. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നമ്മൾ രാസലീല വായിക്കാൻ പോവുകയാണെങ്കിൽ ഇത് സാധാരണ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിലുള്ള ഒരു പ്രേമബന്ധമാണെന്ന് വിചാരിക്കും ഭൗതിക ലോകത്തിൽ കാണുന്നത്. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ, അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് പ്രഭുപാദ പറയുന്നത്, സിസ്റ്റമാറ്റിക്കലി സ്റ്റഡി ചെയ്യാൻ വേണ്ടി. ഇവിടെയും അതന്നെ പറഞ്ഞു, ഈ വൺ പേഷ്യൻസ്ലി യെസ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ബിൽഡപ്പ് ചെയ്യാണ്? അപ്പൊ ആദ്യം സ്പിരിച്വൽ മാസ്റ്റേഴ്സിനുള്ള എല്ലാ ഇൻവോക്കേഷൻ നമ്മൾ പ്രണാമം ചെയ്യുന്നതാണ്, എല്ലാവരെയും ഓർക്കുകയാണ്, എല്ലാവരുടെയും അനുഗ്രഹത്തിന് വേണ്ടിയിട്ട്. ഡയറക്ട്ലി ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകൾക്കല്ല കിടക്കുന്നത്. ഒന്നാമത് ചൈതന്യ മഹാപ്രഭു ചന്നവതാരമാണ്, ഇടൻ അവതാരമാണ്, ആർക്കും എല്ലാവർക്കും അറിയില്ല. ചൈതന്യ മഹാപ്രഭു കൃഷ്ണനിൽ നിന്നും അഭിന്നമാണ് എന്നുള്ള തത്വത്തെ ആദ്യം സ്ഥാപിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകൾ മനസ്സിലാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കും, ഒരു സാധാരണ സെയിലി പേഴ്സണാലിറ്റി, ഒരു സാധു അല്ല സന്യാസി എന്നേ വരികയും. അപ്പൊ ചൈതന്യ മഹാപ്രഭുവും ഭഗവാൻ കൃഷ്ണനും രണ്ടുപേരും അവതാരികളാണ്, അവതാരമല്ല, രണ്ടുപേരും അഭിന്നമാണ് എന്നുള്ള തത്വത്തെ നമ്മളുടെ ഹൃദയത്തിൽ ആദ്യം അത് ആഴത്തില് എസ്റ്റാബ്ലിഷ് ചെയ്യണം. എന്നാൽ മാത്രമേ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകള് നമുക്ക് മനസ്സിലാകും. ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളും ഭഗവാൻ കൃഷ്ണന്റെ ലീലകളും യാതൊരു വ്യത്യാസവും ഇല്ല. അതായത് കൃഷ്ണന്റെ ലീലകള് പങ്കെടുത്ത എല്ലാ ഡിവോട്ടീസും തന്നെയാണ് വ്യത്യസ്ത ഭാവത്തിനും വ്യത്യസ്ത പേരുകളിലും വ്യത്യസ്ത രൂപത്തിലും ചൈതന്യ ലീല ഇവിടെ അവതരിച്ചിരിക്കുന്നത്. ഗൗര ഗണോദേശ ദീപികയില് കവി കർണാപുരൻ എല്ലാവരുടെയും ആരൊക്കെയാണ് കൃഷ്ണ ലീലയിൽ വന്നിരിക്കുന്നത്, അവരാരൊക്കെയാണ് ചൈതന്യ ലീലയിൽ നിന്ന് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊന്നും അവരുടെ ഒരു ഇമാജിനേഷൻ അല്ല, ഇതെല്ലാം ഭഗവാനെ ധ്യാനിച്ച് ഭഗവാന്റെ കൃപ കൊണ്ടാണ് അവർക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് പേഷ്യൻസ് വേണം. സോ ഈ വൺ പേഷ്യൻലി ഹിയേഴ്സ് അബൌട്ട് ദ ഗ്ലോറീസ് ഓഫ് ശ്രീ ചൈതന്യ മഹാപ്രഭു. ചില ആൾക്കാരോ ഇതൊക്കെ സ്പിരിച്വൽ മാസ്റ്റേഴ്സ്, അവരുടെ പേരും നാളുകളൊക്കെ നമുക്ക് എന്തിനാ അറിയേണ്ട ആവശ്യം അല്ലെ? അതൊക്കെ സ്കിപ്പ് ചെയ്യാം, ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല.
ഒരു വേർഡും കൂടി നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ മനസ്സിലായാലും ശരി, മനസ്സിലാക്കിയില്ലെങ്കിലും ശരി. മനസ്സിലായാലും മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മൾ വായിക്കണം. ആ വായിച്ചാൽ ആ പേര് ഉച്ചരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഇവിടെ പ്യൂരിഫിക്കേഷൻ നടക്കും. അപ്പോൾ നമ്മൾ അത് വളരെ ലൈറ്റായിട്ട് എടുക്കാൻ പാടില്ല. അതാണ് ഇവിടെ വളരെ പ്രഭാത ആ വേർഡ് എല്ലാം വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. പേഷ്യൻസ്ലി ഹിയർസ് about the glories of Sri Chaitanya Mahaprabhu, Sri Nityananda Prabhu, and Advaita Prabhu, and the devotees, devotional activities, name, fame, along with the mellows of their translaving service. അപ്പോൾ ഇതെല്ലാം അതോടുകൂടിയിട്ട് അവർ തമ്മിലുള്ള ആദാൻ പ്രദാൻ, റെസിപ്രോക്കൽ ഡീലിങ്സ്, ഇത് നമ്മൾ വളരെ പേഷ്യൻസ് കൂടി വായിച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമാണ് വൺ വിൽ ലേൺ ദ എസൻസ് ഓഫ് ദ അബ്സല്യൂട്ട് ട്രൂത്ത്. പരമസത്യത്തിനെ പറ്റി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പേഷ്യൻസ് വേണം. Therefore, I have described these in the Chaitanya Charitamrita with logic. അതുകൊണ്ട് യുക്തിപരമായിട്ട് ഞാൻ ഇതെല്ലാം വളരെ എലോബറേറ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ട് എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 110. श्रीरूप रघुनाथ पदे यार आशा, श्रीरूप रघुनाथ पदे यार आशा, चैतन्य चरितामृता कहे कृष्णदासा. श्रीरूप रघुनाथ पदे यार आशा, चैतन्य चरितामृता कहे कृष्णदासा. ഹരേ കൃഷ്ണ. ശ്രീരൂപര പദയാര ചൈതന്യ ചരിതാമൃത ഹരേ കൃഷ്ണദാസ. ഹരേ കൃഷ്ണ. 110. ശ്രീരൂപ രഘുനാഥ പാദേയാര ആശ, ചൈതന്യ ചരിതാമൃത കാഹേ കൃഷ്ണദാസ. വിവർത്തനം ബൈ ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാ ശ്രീ ജയ്. ശ്രീരൂപ രഘുനാഥ ഗോസ്വാമിമാരുടെ പാതാരവിന്ദങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടും അവരുടെ കാരുണ്യം അഭിലഷിച്ചുകൊണ്ടും കൃഷ്ണദാസൻ എന്ന ഞാൻ അവരുടെ തൃച്ചേവടികൾ പിന്തുടർന്നുകൊണ്ട് ശ്രീ ചൈതന്യ ചരിതാമൃതം വർണ്ണിക്കുന്നു. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദ്യത്തിലെ ശ്രീ ചൈതന്യ ചരിതാമൃതം ആദ്യ ലീലയിലെ ആധ്യാത്മിക ഗുരുക്കന്മാർ എന്ന 1-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത ഭാവാർത്ഥം ഇപ്രകാരം സമ്പൂർണ്ണമാകുന്നു. Hare Krishna. Praying at the lotus feet of Sri Rupa and Sri Raghunatha, always desiring their mercy, I, Krishnadas, narrate Sri Chaitanya Charitamrita, following in their footsteps. Krishnadas Kaviraj Goswami, എല്ലാ അധ്യായത്തിന്റെയും അവസാനം, ലിറ്ററലി എല്ലാ അധ്യായത്തിന്റെയും അവസാനം ഈ ശ്ലോകം, അതായത് തന്റെ പ്രണാമം ശ്രീ രൂപ രഘുനാഥ് ദാസ് ഇവർ രണ്ടുപേർക്കും പ്രത്യേകിച്ചിട്ട് പറയാണ്. Praying at the lotus feet of Sri Rupa and Sri Raghunatha, always desiring their mercy, I, Krishnadasa, narrate Sri Chaitanya Charitamrita, following in their footsteps. അവരുടെ പാത പിന്തുടർന്ന് ഞാൻ ഇത് എഴുതാൻ ശ്രമിക്കുന്നു എന്ന് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയാണ്. രണ്ടുപേർക്കും പ്രണാമം. എല്ലാ അധ്യായത്തിന്റെയും അവസാനമുണ്ട് ഈ ശ്ലോകം. അപ്പൊ അതായത് ഒരിക്കലും താൻ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നില്ല. എല്ലാം തൻ്റെ ഗുരുജനങ്ങളുടെ ആ ഒരു കൃപാകടാക്ഷം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും ഒരു മാഗ്നം ഓപ്പസ് ആയിട്ടുള്ള ഒരു കൃതി എഴുതാൻ സാധിക്കുന്നത് എന്ന് അദ്ദേഹം എല്ലാവരോടും പറയുന്നത്. എൻ്റെ കഴിവല്ല ഇതെൻ്റെ കഴിവല്ല എന്ന് പറഞ്ഞു തരാണ്. So thus end the Bhaktivedanta purports to Sri Chaitanya Charitamrita Adi Leela, first chapter describing the spiritual masters. അപ്പോൾ ചൈതന്യ ചരിത അമൃതാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ ചരിത്രത്തിന്റെ ഇത് അമൃതമാണ്. ഇതൊരു സ്റ്റോറി അല്ല, ഒരു സാധാരണ നമ്മൾ വായിച്ചു പോകേണ്ട ഒരു സ്റ്റോറി അല്ല. ഇത് എന്തുകൊണ്ടാണ് അമൃതം? നമുക്ക് അമരത്വം തരും. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളെ ശരിക്കും വായിച്ച് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അതുപോലെ ജീവിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് അമരത്വം കിട്ടും. വിൽ നെവർ ഡൈ. ശരീരം നശിക്കും, പക്ഷെ നമ്മളുടെ അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മുടെ ആത്മാവിനെ കൊല്ലാൻ പറ്റില്ല എങ്കിലും പറയുന്നത് ആത്മാവിനെ കൊല്ലുന്നു എന്ന് പറയുന്നത്. നമ്മുടെ ഭൗതിക ലോകത്തിലെ കാര്യങ്ങൾ സംസാരിച്ചിട്ടാണ് നമ്മുടെ ജീവിതം പാഴാക്കണമെങ്കിൽ വി ആർ കില്ലിങ് അവർ സ്പിരിറ്റ് സോൾ. നേരെ മറിച്ച് ചൈതന്യ ചരിതാമൃത, അതേപോലെ ഭാഗവതം,
ഭഗവത്ഗീത, രാമായണം എന്നീ ഗ്രന്ഥങ്ങൾ വായിച്ച് നമ്മൾ സമയം ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മളെ എന്താണ് എറ്റേണൽ ആയിട്ട് നമുക്ക് ഭഗവത്ധാമിലേക്ക് ഭഗവാന്റെ സേവനത്തിന് പോകാൻ പറ്റും. അതുകൊണ്ട് ഇത് അമൃതമാണ്. അമൃത് പറഞ്ഞാൽ എറ്റേണൽ ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. അടുത്തത് ചാപ്റ്റർ 2. ചാപ്റ്റർ 2 ഇന്ന് എടുക്കണോ അത് അടുത്ത ക്ലാസ്സിൽ എടുക്കണോ? അതിന്റെ ആ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അത് വായിച്ചിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, ചാപ്റ്റർ 2 ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ഇപ്പോ രണ്ടാമത്തെ അധ്യായം ഇതിനെ പറ്റി ചൈതന്യ മഹാപ്രഭു കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി സ്ഥാപിക്കുകയാണ്. അദ്ദേഹം അവതാരിയാണ്, അദ്ദേഹം പൂർണ്ണ പുരുഷോത്തം ഭഗവാനാണ്, ഭഗവാൻ കൃഷ്ണനിൽ നിന്നും അഭിന്നമല്ല എന്നാണ് പറയുന്നത്. സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. കൃഷ്ണനും ചൈതന്യ മഹാപ്രഭുവും ഒരേ ഒരാളാണ്, അവതാരിയാണെന്ന് ഇത് സ്ഥാപിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ മനസ്സിലാക്കിയാലാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകള് നമ്മൾ തെറ്റാതെ റൈറ്റ് പെർസ്പെക്റ്റീവിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ മലയാളം ഒന്ന് ആരെങ്കിലും വായിക്കാൻ പറ്റും? ഇതിന്റെ ബ്രീഫ് ആയിട്ടുള്ളതാണ് ആദ്യത്തെ അത്, ശ്ലോകം തുടങ്ങുന്നതിന് മുമ്പ് ആരെങ്കിലും വായിക്കാൻ പറ്റും? വായിച്ചോളൂ. അധ്യായം 2 ശ്രീ ചൈതന്യ മഹാപ്രഭു പരമദിവ്യോത്തമ പുരുഷൻ. ഈ അധ്യായം ശ്രീ ചൈതന്യ മഹാപ്രഭു പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണെന്ന് വിശദീകരിക്കുന്നു. ബ്രഹ്മജ്യോതി ഭഗവാൻ ചൈതന്യന്റെ ശരീര തേജസ്സാണ്. എല്ലാ ജീവസത്തകളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാനീയ പരമാത്മാവ് അവിടത്തെ ഭാഗിക പ്രാതിനിധ്യവുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പുരുഷ അവതാരങ്ങളെ കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. എല്ലാ ബദ്ധാത്മാക്കളുടെയും സംഭരണി മഹാവിഷ്ണുവാണ്. എന്നാൽ ആധികാരികമായ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ സ്ഥിരീകരിച്ചിട്ടുള്ളതനുസരിച്ച് മായാവാദി ദാർശനികന്മാരാൽ പരമസത്യമായി പൊതുവെ അംഗീകരിക്കപ്പെടുന്ന നാരായണൻ ഉൾപ്പെടെ എണ്ണമറ്റ സമ്പൂർണ്ണ വിസ്തരണങ്ങളുടെ ഉറവിടമായ ശ്രീകൃഷ്ണനാണ് ആത്യന്തിക സ്രോതസ്. ഭഗവാന്റെ പ്രഭാവ, വൈഭവ എന്നീ വിസ്തരണങ്ങളും അതുപോലെ ഭാഗിക അവതാരങ്ങളും ശക്ത്യാവേശ അവതാരങ്ങളും വിവരിക്കപ്പെട്ടിരിക്കുന്നു. കൃഷ്ണന്റെ ബാല്യം, യൗവനം എന്നീ ദശകൾ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. ഭഗവാന്റെ യൗവനാരംഭത്തിലെ രൂപമാണ് അവിടത്തെ നിത്യരൂപമെന്നും വിശദമാക്കിയിരിക്കുന്നു. പിന്നത്തെ പാരഗ്രാഫും വൈകുണ്ഠങ്ങൾ എന്നറിയപ്പെടുന്ന അസംഖ്യം ആത്മീയ ഗ്രഹങ്ങൾ ഉൾപ്പെടുന്ന പരമവ്യോമം ഭഗവാന്റെ അന്തരംഗ ശക്തിയുടെ ആവിഷ്കാരമാണ്. അതുപോലെ അവിടത്തെ ബഹിരംഗ ശക്തിയാൽ അസംഖ്യം ഭൗതിക ലോകങ്ങൾ പ്രകടമാകുന്നു. അവിടത്തെ തടസ്ഥ ശക്തിയാൽ ജീവസത്തകളും ആവിഷ്കരിക്കപ്പെടുന്നു. ശ്രീകൃഷ്ണ ചൈതന്യൻ കൃഷ്ണ ഭഗവാനിൽ നിന്ന് ഭിന്നനല്ലാത്തതിനാൽ അവിടുന്നാണ് സർവകാരണങ്ങളുടെയും കാരണം. അവിടുന്ന് കാരണവുമില്ല. അവിടുന്ന് ശാശ്വതനും അവിടുത്തെ രൂപം ആധ്യാത്മികവുമാണ്. ചൈതന്യ മഹാപ്രഭു സ്വയം ഭഗവാൻ കൃഷ്ണൻ തന്നെയാകുന്നു എന്ന് പ്രാമാണിക ശാസ്ത്ര ഗ്രന്ഥങ്ങൾ തെളിയിക്കുന്നു. കൃഷ്ണാബോധ പുരോഗതി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്തന് നിർബന്ധമായും കൃഷ്ണന്റെ രൂപത്തെക്കുറിച്ചും 3 മുഖ്യ ശക്തികളെക്കുറിച്ചും ലീലകളെക്കുറിച്ചും അവിടുന്നുമായി ജീവസത്തകൾക്കുള്ള ബന്ധത്തെക്കുറിച്ചും അറിവുണ്ടായിരിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരി ബോൾ. താങ്ക് യു മാതാജി. അപ്പോ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള ഒരു എസെൻസ് അല്ലെങ്കിൽ ഒരു സിനോപ്സിസ് ആണ് ഈ 2 പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വരാൻ പോകുന്ന ശ്ലോകങ്ങൾ ഇതിനെപ്പറ്റി എലോബറേറ്റ് ആയിട്ട് അതിന് പർപ്പോട്ട് കൂടെ പ്രഭുവാൻ നമുക്ക് പറഞ്ഞു തരാണ്. അതിൻ്റെ ഒരു എസെൻസ് ആണ് ഈ 2 പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ് പറയുന്നത്? ദിസ് ചാപ്റ്റർ എക്സ്പ്ലെയിൻസ് Lord Chaitanya is the supreme personality of God. Krishna himself. നമ്മുടെ ഭാവുകത്തിൽ പറയുന്നുണ്ട് അല്ലെ, ഏതേച്ചാം സകലാപുംസാം കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം. സുത ഗോസ്വാമി 3-ാമത്തെ അധ്യായത്തില് എല്ലാ അവതാരങ്ങളെ പറ്റി പറയാണ്. അപ്പൊ അതില് കൃഷ്ണ ബലറാമന്റെയും കൂടി അവതാരങ്ങളല്ല. അപ്പോ മറ്റുള്ളവർ, അതായത് വായനക്കാര് അത് തെറ്റിദ്ധരിക്കാൻ പാടില്ല, ഇവർ അവതാരങ്ങളല്ല എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ശ്ലോകം പറഞ്ഞത്. എന്താ? ഏതേച്ചാംശ കലാപുംസ കൃഷ്ണാസ്തു ഭഗവാൻ.
ഈ പറഞ്ഞ എല്ലാ അവതാരങ്ങളും ഭഗവാൻ കൃഷ്ണന്റെ കല അംശങ്ങളാണ്. പുംസ എന്ന് പറഞ്ഞ എന്താണ്? പുരുഷ, അല്ലേ? ഈ പുരുഷാവതാരങ്ങളെല്ലാം ഭഗവാൻ കൃഷ്ണൻ സ്വയം ഭഗവാനാണ്. കൃഷ്ണൻ സ്വയം, നമ്മൾ മറ്റേ കാറ്റഗറി, അവതാരത്തിന്റെ കാറ്റഗറിയിൽ പെടുത്താൻ പാടില്ല. സ്വയം ഭഗവാനാണ്. അവരുടെ അവതാരങ്ങളാണ് ഈ കലാപുംസ, അംശ, കലാപുംസ, ഈ പുരുഷാവതാരങ്ങളും ബാക്കിയെല്ലാം പറഞ്ഞിരിക്കുന്ന അവതാരങ്ങളും എന്നിവിടെ സൂത ഗോസ്വാമി പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതന്നെയാണ് ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്. അതേ ശ്രീകൃഷ്ണ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് ഇവിടെ അവതരിച്ചിരിക്കുന്നു. അത് അവതാരിയാണ്. Therefore, the Brahman effulgence, ഈ നമ്മുടെ 3 ആസ്പെക്ട്സ്, ബ്രഹ്മൻ, പരമാത്മ ആൻഡ് ഭഗവാൻ, അതിനെ പറ്റിയാണ് പറയുന്നത്. Therefore, the Brahman effulgence is the bodily lesser of Lord Chaitanya. ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വന്നുള്ള പ്രഭ, അതന്നെ ഭഗവാൻ കൃഷ്ണന്റെ അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ. ആൻഡ് ദ ലോക്കലൈസ് സൂപ്പർ സോൾ സിറ്റുവേറ്റ് ഇൻ ദ ഹാർട്ട് ഓഫ് എവറി ലിവിംഗ് എൻറ്റിറ്റി. അതായത് പരമാത്മാവ് ഭഗവാന്റെ പാർഷ്യൽ റിപ്രസെന്റേഷൻ ആണ്, ഭഗവാന്റെ പാർഷ്യൽ അംശം. ദ പുരുഷ അവതാരാസ് ആർ ഓൾസോ എക്സ്പ്ലെയിൻ ഇൻ ദിസ് കണക്ഷൻ. അതായത് മഹാവിഷ്ണു, ഗർഭോസായ വിഷ്ണു ആൻഡ് ക്ഷുരസായ വിഷ്ണു. Mahavishnu is the reservoir of all conditioned souls, but as confirmed in the authoritative scriptures, the Lord Krishna is the ultimate fountainhead, source of numerous plenary expansions, including Narayana, who is generally accepted by Mayavadi philosophers to be the absolute truth. നാരായണനെ മായാവതി ഫിലോസഫേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പരമസത്യമായിട്ട്. ഓക്കെ, ആ നാരായണനും അതേപോലെ ബാക്കി എല്ലാ എക്സ്പാൻഷൻസിനും അതിൻ്റെ ഉറവിടം, അതിന്റെ ഉത്ഭവസ്ഥാനം, സ്രോതസ് ആരാണ്? ഭഗവാൻ കൃഷ്ണൻ. ഈസ് എ ഫൗണ്ടൻ ഹെഡ്. The Lord's manifestation of Prabhava and Vaibhava expansions, as well as partial incarnations with delegated powers, are also explained. about ഭഗവാന്റെ പ്രഭാവ വൈഭവ എക്സ്പാൻഷനെ പറ്റിയിട്ടും പാർഷ്യൽ ആയിട്ടുള്ള എക്സ്പാൻഷനെ പറ്റിയിട്ടും അവതാരങ്ങളെ പറ്റിയിട്ടും എംപവേർഡ് അവതാരം, അതായത് ശക്തിയാവാസ അവതാരത്തിനെ പറ്റിയിട്ടും എല്ലാം ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ലോർഡ് കൃഷ്ണാസ് ഏജസ് ഓഫ് boyhood and youth are discussed, and it is explained that his age at the beginning of youth is his eternal form. ഭഗവാന്റെ ഏജിനെ പറ്റി, വയസ്സിനെ പറ്റിയിട്ടും ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബോയ്ഹുഡ് ആൻഡ് യൂത്ത്, അതിൽ എന്താണ് എറ്റേണൽ ഫോം അറ്റ് ദ ബിഗിനിങ് ഓഫ് യൂത്ത്. ഓക്കെ, ഒരു 14, 15 അല്ലെങ്കിൽ മാക്സിമം 16 ആ വയസ്സിലുള്ള, അതാണ് ഭഗവാന്റെ എറ്റേണൽ ഫോം. ബാക്കിയൊക്കെ ഭഗവാൻ പല വിധത്തിലും നമുക്ക് കാണുന്നത്. 125 വർഷം വരെ ഭഗവാൻ ദ്വാപരയുഗത്തില് ജീവിച്ചിരുന്നെങ്കിലും ഭഗവാന്റെ ആ വയസ്സ് അല്ലെങ്കിൽ ആ ഒരു രൂപം, ആ ഫീച്ചർ ഒരു 15-16 വയസ്സിന്റെ അപ്പുറത്തേക്ക് തോന്നില്ല. നേരെ മറിച്ച് ബ്രഹ്മാവിനെ നമ്മൾ ഡെപിക്ട് ചെയ്യുമ്പോൾ, ഭീഷ്മ പിതാമഹനെ ഡെപിക്ട് ചെയ്യുമ്പോൾ, പിക്ചർ വരയ്ക്കുമ്പോൾ അവരെല്ലാം നിറച്ച് താടിയായിട്ട് വയസ്സായിട്ട് കാണിക്കുക. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല, എപ്പോഴും നവയൗവനം, എവർഗ്രീൻ ആയിട്ടാണ്. ഒരു 15-16 ആ വയസ്സായിട്ടാണ് കാണിക്കുന്നത്. ആണ് എറ്റേണൽ ഫോം എന്നാണ് പറയുന്നത്. The spiritual sky contains innumerable spiritual planets, the Vaikunthas, which are manifestation of the Supreme Lord's internal energy. അപ്പോ ദിവ്യ ആകാശത്ത് ഒരുപാട് പ്ലാനറ്റ്സ് ഉണ്ട്, ഒരുപാട് ഗ്രഹങ്ങളുണ്ട്. അത് വൈകുണ്ഠങ്ങളുണ്ട്. വിച്ച് ആർ മാനിഫെസ്റ്റേഷൻ ഓഫ് സുപ്രീം ലോർഡ്സ് ഇന്റേണൽ. അപ്പോൾ 2 എനർജി പ്രധാനപ്പെട്ട, ചിത് ശക്തി, അചിത് ശക്തി. ചിത് ശക്തി പറഞ്ഞാൽ സ്പിരിച്വൽ, അചിത് ശക്തി പറഞ്ഞാൽ മെറ്റീരിയൽ. അപ്പൊ അതിനെ രണ്ടിനെ പറ്റിയിട്ട് ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇന്യൂമറബിൾ മെറ്റീരിയൽ യൂണിവേഴ്സസ് ആർ സിമിലർലി എക്സിബിറ്റഡ് ബൈ എക്സ്റ്റേണൽ എനർജി ആൻഡ് ദ ലിവിംഗ് എനർജീസ് ആർ മാനിഫെസ്റ്റഡ് ബൈ മാർജിനൽ എനർജി. അപ്പോൾ ഒരുപാട് ബ്രഹ്മാണ്ടങ്ങളല്ലേ, അതെല്ലാം ഭഗവാന്റെ ബഹിരാംഗ ശക്തിയുടെ പ്രഭാവത്തിൽ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു. അതേപോലെ ജീവജാലങ്ങൾ, ജീവാത്മാക്കള് ഭഗവാന്റെ തഥാർത്ഥ ശക്തിയിലും വരുന്നു. ബിക്കോസ് ലോർഡ് കൃഷ്ണ ചൈതന്യ is not different from Lord Krishna. Lord Krishna Chaitanya is not different from Lord Krishna. He is the cause of all causes. There is no cause beyond him. Ishvara Parama Krishna Sachidananda Vigraha Anadir Adir Govinda Sarva Karana Karanam എന്ന് ബ്രഹ്മാവ് പറയുന്നുണ്ട്. അല്ലെ, സാധാരണ ജനങ്ങൾക്ക്
ഈശ്വര വിശ്വാസമില്ല അല്ലെങ്കിൽ ഭഗവത്ഗീത ഭാഗമൊന്നും വായിച്ചില്ലെങ്കിൽ കൂടിയിട്ട് ഈ ഒന്ന് രണ്ട് ശ്ലോകം എല്ലാവർക്കും അറിയാം. ടെലി സീരീസ് കാരണം പിന്നെ മഹാഭാരതത്തിന്റെ യഥാ യഥാഹി ധർമ്മസ്യ പിന്നെ പരിത്രാണായ സാധുവിന് എല്ലാവർക്കും മിക്കവാറും എല്ലാവർക്കും അറിയാം. ഇതിന്റെ ഇൻഫ്ലുവൻസ് കാരണം ടെലി സീരിയൽ മഹാഭാരതത്തിന്റെ ഡിവോട്ടീസ് ഒരു ശ്ലോകം അറിഞ്ഞെങ്കിലും ഈ 2-3 ശ്ലോകം എല്ലാവർക്കും ബൈഹാർട്ടായിരിക്കും. ഏതാണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം രജ, പിന്നെ ഈശ്വര പരമാകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ. ഈ 3-4 ശ്ലോകങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും. ഇത് കേട്ടിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി പഠിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഈവൻ ബ്രഹ്മാവും കൂടി അതാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഈശ്വര പരമാകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദ്യ ഗോവിന്ദ സർവകാരണ കാരണം, എല്ലാറ്റിന്റെയും കാരണക്കാരനായിട്ടുള്ള പരമ പുരുഷോത്തമം, ദിവ്യ പുരുഷോത്തം ആരാണ്? ഭഗവാൻ കൃഷ്ണ. അദ്ദേഹത്തിന്റെ മീതെ ആരും ഇല്ല എന്നാണ് പറയുന്നത്. So Lord Chaitanya is directly the Supreme Lord Krishna, as the evidence of authoritative scriptures proves. This chapter stresses that a devotee who wishes to advance in Krishna consciousness must have knowledge of Krishna's personal form, his 3 principal energies, his pastimes, and the relationship of the living entities with him. അപ്പോൾ ഈ അധ്യായത്തിൽ എന്താണ് സ്ട്രെസ് ചെയ്യുന്നത്? ഒരു ഭക്തന് കൃഷ്ണാവബോധത്തില് പ്രോഗ്രസ് ആണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ പേഴ്സണൽ ഫോമിനെ പറ്റി അറിഞ്ഞിരിക്കണം. ഭഗവാൻ എന്നുള്ള ആസ്പെക്ട് ബ്രഹ്മൻ റിയലൈസേഷൻ പാർഷ്യൽ, ഒരു ഇൻകംപ്ലീറ്റ് റിയലൈസേഷൻ ആണ്. പരമാത്മ റിയലൈസേഷൻ ഈസ് ആൾസോ പാർഷ്യൽ, ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്. ഭഗവാൻ റിയലൈസേഷൻ അൾട്ടിമേറ്റ്, ദാറ്റ് ഈസ് കംപ്ലീറ്റ്. അപ്പൊ നമുക്ക് ഭഗവാന്റെ പേഴ്സണൽ ഫോമിനെ പറ്റിയിട്ട് വിവരമുണ്ടായിരിക്കണം. പിന്നെ ഭഗവാന്റെ പ്രധാനപ്പെട്ട 3 എനർജീസ്, അന്തരാംഗശക്തി, ബഹിരാംഗശക്തി, തഥാസ്ഥശക്തി, അദ്ദേഹത്തിന്റെ ലീലകൾ, ഹിസ് പാസ്റ്റ് ടൈംസ്, ആൻഡ് ദ റിലേഷൻഷിപ്പ് ഓഫ് ദ ലിവിങ് എനർജീസ് വിത്ത് ഹിം, ആൻഡ് ഭഗവാനും ഭക്തന്മാരും തമ്മിലുള്ള ആ ബന്ധത്തിന് മനസ്സിലാവും. അപ്പൊ ഭഗവാനെ പൂർണ്ണമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ്? ആ ഭഗവാന്റെ 3 ആസ്പെക്ട്സ്, ബ്രഹ്മൻ, പരമാത്മ, ഭഗവാൻ, അതിൽ ഭഗവാന്റെ ആസ്പെക്ട് അറിഞ്ഞിരിക്കണം. ഭഗവാന്റെ ആസ്പെക്ട് പറഞ്ഞാൽ മറ്റു 2 ഓട്ടോമാറ്റിക്കലി ഇൻക്ലൂഡഡ് ആണ്, ബ്രഹ്മനും പരമാത്മാവും. പിന്നെ ഭഗവാന്റെ 3 എനർജി ശക്തി, അന്തരാംഗശക്തി, ബഹിരാംഗശക്തി, തഥാസ്ഥ ശക്തി. പിന്നെ ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരും തമ്മിലുള്ള ആ ബന്ധം, അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഭഗവാനെ കംപ്ലീറ്റ് ആയി മനസ്സിലാക്കിയിരുന്നിട്ടും. അതാണ് എന്റെ സംക്ഷിപ്തത്തില് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. സോ ടെക്സ്റ്റ് 1 മുതൽക്ക് അടുത്ത ക്ലാസ്സിൽ. വാഞ്ചാ കൽപതരുദ്ദേശ കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, ताय गो प्रेमानंदे, हरि हरि बोल। हरे